ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഓണമൊക്കെ എത്തട്ടമായി. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ആ തിരുവാതിരകളിയും ആ കുറേ പൂക്കളും ഓണസദ്യയും അതിൻ്റെ നല്ല അതിൻ്റെ മണവും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അല്ലേ ഓണം എന്ന് പറയുമ്പോൾ തന്നെ. എപ്പോഴും ഒരു സന്തോഷം തരുന്ന ഒരു ഫീലിംഗ് ആണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയാലും അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഈ ഓണത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുന്ന നാളുകളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഞാൻ ഓർക്കും നെക്സ്റ്റ് ഓണം ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഇപ്പോൾ ഓണമൊക്കെ എല്ലാ ഹോട്ടലുകളിലൊക്കെ കിട്ടുമല്ലോ, അവിടെയൊക്കെ പോയി കഴിക്കാം. പക്ഷെ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഓർക്കും ഇതെല്ലാം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പം അതെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അത് ഒരുമിച്ചിരുന്ന് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും ആ ഒരു നിർവൃതിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നാടൻ വിഭവങ്ങൾ അത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ഓണസദ്യ അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓണസദ്യകളെല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പണി ചെയ്ത് ഓണസദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഒരു 2 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നിളക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച് ചേന ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ മുരിങ്ങക്കോല്, ഉരുളക്കിഴങ്ങ്, കായ്, ഉള്ളി, മറ്റ് പച്ചക്കറികളായ വെള്ളരിക്ക, പടവലങ്ങ, വഴുതനങ്ങ, ബീൻസും ക്യാരറ്റും എല്ലാം ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒരു മുളകും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അത് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം പാത്രത്തിൻ്റെ മൂടി തുറക്കുക. കഷ്ണങ്ങളെല്ലാം ഒരുപോലെ വെന്ത് വരുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും പാത്രം അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കുക. ഇപ്പോൾ നോക്കിക്കുക, എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർക്കുക. അതിലേക്ക് 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് കുറച്ച് ജീരകവും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇനി ഒരല്പം വെള്ളം ഒഴിക്കുക. ഇത് നന്നായി മിക്സിയിൽ തരിതരിപ്പായി അരച്ചെടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് വേവിച്ച് പച്ചക്കറി കൂട്ടത്തിലേക്ക് ചേർക്കുക. അരപ്പിൻ്റെ പച്ചമണം മാറുന്നതിനായി പച്ചക്കറികൾ കൊണ്ട് അരപ്പ് നന്നായി മൂടി വെച്ച് വേവിക്കുക. ആവശ്യമെങ്കിൽ പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. അരപ്പിൻ്റെ പച്ചമണം പൂർണ്ണമായി മാറിയ ശേഷം ഇതിലേക്ക് തൈര് ഒഴിക്കുക. തൈര് ചേർത്ത ശേഷം വീണ്ടും മൂടി വെച്ച് ചെറുതായിട്ട് വേവിക്കുക. ഇപ്പോൾ അവിയൽ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. അവസാനമായിട്ട് നല്ല
ഫ്രഷ് കറിവേപ്പില കൂടി മുകളിൽ വിതറുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിലേക്ക് ഒഴിക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ വിളമ്പാൻ റെഡിയായി. അടുത്തതായി നമുക്ക് വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ചെറുതായിട്ടും കനം കുറച്ചും അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ശേഷം കുറച്ച് കാശ്മീരി മുളകും പൊടി വിതറുക. പൊടികളെല്ലാം വെണ്ടയ്ക്ക കഷ്ണങ്ങളിൽ നന്നായി പുരട്ടി യോജിപ്പിക്കുക. ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്കിട്ട് നന്നായി വഴറ്റുക. എല്ലാ ഭാഗവും ഒരുപോലെ നന്നായി വറന്നു വരുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്ക നല്ല ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള പാകം ഇതാണ്. അതിനുശേഷം നല്ലപോലെ മൂത്ത് വരുമ്പോൾ അത് തീയിൽ നിന്ന് മാറ്റി വെക്കുക. പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് കുഞ്ഞതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് ഇളക്കി അതും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഈ വഴറ്റിയ ഉള്ളി പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിൽ തൈരിലേക്ക് ചേർക്കുക. തൈരുമായിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടി ആ തൈരിലേക്കിട്ട് അതും കൂടി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അവസാനമായി വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായി കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്രീമി വെണ്ടയ്ക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി നമ്മൾക്ക് മത്തങ്ങയും പയറും ചേർത്ത എരിശ്ശേരി തയ്യാറാക്കാം. ഇതിനായി വൻപയർ കഴുകി പ്രഷർ കുക്കറിൽ 5 മിനിറ്റ് വേവിക്കുക. പയർ വെന്ത് വരുമ്പോൾ അതിലേക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു പച്ചമുളകും കുറച്ച് സവാളയും ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് അത് വീണ്ടും 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ മത്തങ്ങയും പയറും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കാനുള്ള സമയമാണ്. അരപ്പിനായി ചിരകിയ തേങ്ങ ഒരു മിക്സിയിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ചുവന്നുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി മിനുസമായി അരച്ചെടുക്കുക. അരപ്പ് തയ്യാറായ ശേഷം ഈ വേവിച്ച പയറും മത്തങ്ങയും അരപ്പിനോടൊപ്പം മിക്സിയിലേക്ക് ചേർത്ത് ഒരു തവണ ചെറുതായൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് പാനിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. പച്ചച്ചുവ മാറുന്നതിനായി തുടർച്ചയായി ഇളക്കിക്കൊണ്ട് ചെറുതീയിൽ തിളപ്പിക്കുക. അടുത്തതായിട്ട് ഇനിയും കടുക് വറക്കണം. ഇതിനായി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അരിഞ്ഞ ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഒരു വറ്റൽമുളകും എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഉള്ളി പകുതി ബ്രൗണായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചിരണ്ടിയ തേങ്ങ ചേർക്കുക. ഇതും നന്നായി യോജിപ്പിച്ച് എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. ഈ കൂട്ട് ഇനിയും നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മത്തങ്ങയും പയറും ഉള്ള ആ മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് അച്ചിങ്ങ പയർ തോരൻ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ചേർക്കുക. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ കുറച്ച് ചുവന്നുള്ളി ചേർക്കുക. കീറിയ 2 പച്ചമുളകും ചേർക്കുക. അതിനുശേഷം അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർക്കുക. ഉള്ളി ചെറുതായി വാടി വരുന്നത് വരെ എല്ലാം കൂടി ഒന്ന് വഴറ്റുക. ഉള്ളി വഴന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുക. അതും കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. പിന്നെ ചിരകിയ തേങ്ങായും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ
ചേർക്കുക. എല്ലാം കൂടി നന്നായി ഒരിക്കൽ കൂടി യോജിപ്പിച്ചതിന് ശേഷം പയർ വേവാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും പയർ വെന്തിരിക്കും. മൂടി തുറന്ന് തോരൻ ഏതാണ്ട് അപ്പോഴേക്കും തയ്യാറായി കഴിഞ്ഞു. സ്വാദിഷ്ടമായ പയർ തോരനും വിളമ്പാൻ റെഡിയായിട്ടുണ്ട്. അടുത്തതായി പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. അതിനു വേണ്ടി പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുക. വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ വേവിക്കുവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പൈനാപ്പിൾ നല്ലപോലെ വെന്ത് ഇരിക്കും. അടുത്തതായിട്ട് അരപ്പ് അരയ്ക്കണം. അരപ്പിനായിട്ട് ആദ്യം ചിരകിയ തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് ആവശ്യത്തിന് കടുകും ചേർത്ത് അത് നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി ചെറിയതായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ അരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങളും ചേർത്ത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ഇതിൽ ചേർക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കുക. മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വേണ്ട തൈര് എടുത്ത് അതിൽ ഉപ്പും ചേർത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഈ പൈനാപ്പിൾ കൂട്ടും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് ഒന്നും കൂടെ നല്ലതായിട്ട് ഇളക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടിയും തയ്യാറായി. അടുത്തതായി നമ്മൾക്ക് സാമ്പാർ തയ്യാറാക്കാം. ഇതിനായിട്ട് പരിപ്പ് വൃത്തിയാക്കി പ്രഷർ കുക്കറിലിടുക. കുറച്ച് വെളുത്തുള്ളി അല്ലികളും ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം കുക്കർ തുറന്ന് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. ഇത് മാറ്റി വെക്കുക. അതിനുശേഷം സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഈ പച്ചക്കറികളെല്ലാം 5 മിനിറ്റ് വേവിക്കാൻ വെക്കുക. അതിനുശേഷം പച്ചക്കറികളും പരിപ്പും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ പച്ചക്കറികൾ പരിപ്പിലേക്ക് ചേർക്കുക. അതിനുശേഷം പുളിവെള്ളം ഈ കൂട്ടിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. കടുക് ചേർത്ത് പൊട്ടിക്കുക. കുറച്ച് ഉലുവയും കൂടി ചേർക്കുക. ഇത് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ട് വഴറ്റുക. വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുക. നല്ലപോലെ ഇളക്കി ഉള്ളി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം സാമ്പാർ പൊടി ചേർക്കാനുള്ള സമയമാണ്. സാമ്പാർ പൊടിയും ചേർത്ത് അതും ഉള്ളിയും കൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ കൂട്ടിലേക്ക് പച്ചക്കറികളും പരിപ്പും വേവിച്ച് വെച്ച് അത് ഇതിലേക്ക് ഒഴിക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി വാങ്ങി വെക്കുക. അപ്പോൾ സാമ്പാർ റെഡി. അടുത്തതായിട്ട് നമ്മൾക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. അതിനായി പരിപ്പ് കഴുകി ഒരു പ്രഷർ കുക്കറിൽ വെക്കുക. 5 മിനിറ്റ് വേവിക്കാൻ വെക്കുക. 5 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കുക. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടാവും. പരിപ്പ് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിൽ കുറച്ച് ചിരകിയ തേങ്ങ എടുക്കുക. അതിലേക്ക് ജീരകവും ചേർക്കുക. അടുത്തത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുവന്നുള്ളിയും ചേർക്കുക. അതിനുശേഷം ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്
എല്ലാം കൂടി നല്ല മയത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ കൂട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് കുറച്ചു നേരം തിളയ്ക്കാൻ അനുവദിക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി. ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അടുത്തത് ഇനിയും കടുക് വറക്കണം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് അരിഞ്ഞ ഉള്ളിയും വറ്റൽമുളകും കരിവേപ്പില എന്നിവയും ചേർത്ത് നന്നായി ഇളക്കി നല്ല നിറമാകുന്നത് വരെ മൂപ്പിക്കുക. ഈ മൂപ്പിച്ച ഉള്ളി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂട്ടിലേക്ക് ഒഴിക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കുക. സ്വാദിഷ്ടമായ പരിപ്പ് കറി തയ്യാറായി. അടുത്തതായി നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇത് ഒരു ചോപ്പറിലിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക. അരപ്പിനായി ഒരു മിക്സി ജാറിലേക്ക് ചിരകിയ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി എന്നിവ എടുക്കുക. ഇത് തരിതരിപ്പായി ചതച്ചെടുക്കുക. ഒരു പാനിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർക്കുക. അതിൻ്റെ നടുവിലായി തയ്യാറാക്കി അരപ്പ് വെച്ച് മൂടി ഒരു 10 മിനിറ്റ് വേവിക്കുക. പാകത്തിന് ഉപ്പും ചേർക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി യോജിപ്പിക്കുക. അവസാനമായിട്ട് തോരന് മുകളിലായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ തയ്യാറായി. അടുത്തതായി നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഷ്ണങ്ങളെല്ലാം വൃത്തിയാക്കിയെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം ചോപ്പറിലിട്ട് ചെറിയ കുനുകുന കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു പാനിൽ എണ്ണയൊഴിച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ ഈ അരിഞ്ഞ ഇഞ്ചി ചേർക്കുക. ഇത് നന്നായി വഴറ്റുക. ഇഞ്ചി ഒരേപോലെ വറന്ന് കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല വറുത്ത രൂപത്തിലാണ് നമുക്ക് ഈ ഇഞ്ചി വേണ്ടത്. ഇത് കരിഞ്ഞു പോകാതെ നല്ല ഇരുണ്ട് നിറം, നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അത് പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേ പാനിൽ അല്പം എണ്ണയൊഴിച്ച് അരിഞ്ഞ ഉള്ളി ചേർത്ത് വഴറ്റുക. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ചുവന്ന മുളക് പൊടി ചേർക്കുക. അതെല്ലാം കൂടെ നന്നായി ഇളക്കുക. ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ പുളിവെള്ളം ചേർക്കുക. അത് കുതിർത്ത പുളി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ആ പുളിവെള്ളം ഒഴിക്കുന്നത്. ഇത് കുറച്ച് നേരം തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നീട് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പോൾ ഈ ഇഞ്ചിയും മസാലക്കൂട്ടും എല്ലാം കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം. ശർക്കര ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കുക. ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇഞ്ചിക്കറി തയ്യാറായി. അടുത്തത് അവസാനത്തെ വിഭവമായ പരിപ്പ് പായസമാണ്. ഒരു കടായിൽ വെണ്ണ ചേർക്കുക. അതെല്ലാം ഉരുകി വരാൻ അനുവദിക്കുക. അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റോളം അതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ അത് ഒന്ന് വറുക്കുക. പിന്നെ ഇതിലേക്ക് ചൗവരി ചേർക്കണം. അതും കൂടി നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. ഇത് നല്ലപോലെ ഇളക്കി കുക്കർ അടച്ചു വെച്ച് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ വേവിക്കണം. വിസിൽ പോയതിന് ശേഷം കുക്കർ തുറക്കുക. അപ്പോഴേക്കും ആ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. ആ പരിപ്പിനെ ചെറിയ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിനുശേഷം ശർക്കര പാനി ചേർത്ത് അതും നന്നായി യോജിപ്പിക്കുക. ശർക്കരയും പരിപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന് പരിപ്പിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറാനായിട്ട് ഇത് ഉപകരിക്കും. അടുത്തതായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ നമ്മൾ
തേങ്ങ വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ആദ്യം തന്നെ മാറ്റി വെക്കണം. ഈ പരിപ്പും ശർക്കരയും ചേർത്ത ഈ മിശ്രിതത്തിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പിന്നെ മധുരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇനിയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒന്നാം പാലും കൂടെ ചേർക്കുക. അതും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ പായസം ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കശുവണ്ടിയൊക്കെ വറുത്തിടണം. അതിന് ചെറിയൊരു കടായി വെച്ച് വെണ്ണയൊഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ചെറിയതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് വറുക്കുക. പകുതി മൂപ്പ് ആകുമ്പോഴേക്കും കശുവണ്ടി പരിപ്പും ചേർക്കുക. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ വറക്കുക. അതിനുശേഷം ഇത് നമ്മളുണ്ടാക്കിയ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ പരിപ്പ് പായസം വിളമ്പാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഓണസദ്യ വിഭവങ്ങളും തയ്യാറായി. ഇനി ഓരോന്നായി വാഴയിൽ വിളമ്പി ഒരു മനോഹരമായ ഓണസദ്യ കഴിക്കാം. അങ്ങനെ എല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞു. ഈ ഓണസദ്യയിലെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.